ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടിപൊളി ഒരു ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തത് 1.5 കപ്പ് പാല്, കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര, 2 കോഴിമുട്ട. ഇത് നല്ല ഇതിൽ അടിച്ചെടുത്ത് നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം. പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടറും. ഇതിനകത്ത് നമ്മൾ മൈദാമാവ് കുറേശ്ശെ എടുത്തിട്ട് ഈ സ്റ്റിക്കി പരുവാക്കി എടുക്കണം. നമ്മളൊരു മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കൊരു ഡൗട്ട്, അതിനകത്ത് വെച്ച് വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ട്. ഇനി മാവിട്ടാൽ ചിലപ്പം ശരിയാവില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇച്ചിരി ഓയിൽ വെച്ച് ഒന്നുകൂടെ നല്ല രീതിയിൽ തടവി എടുക്കുന്നുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ കട്ടിയാവണം, ഒരുപാട് കട്ടിയാവേണ്ട, എന്നാലും ഒത്തിരി കൂടെ ഒരു പരുവാവണം. അതൊന്ന് ഇച്ചിരി ലൂസായി എന്നാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇത് ഒന്നുകൂടെ ഓയിൽ തടവിയിട്ട് നമ്മളൊരു 2 മണിക്കൂർ 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇത് ഒത്തുകൂടെ നല്ല സോഫ്റ്റ് രീതിയിലാവുന്നത്. നമ്മൾ മിൽക്ക് ബ്രെഡ് എന്ന് പറയുമ്പോൾ നല്ല ഇതല്ലേ. അപ്പോൾ ഒരു 2 മണിക്കൂർ ആയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇച്ചിരി ഓയിൽ തടവിയിട്ട് ഞാൻ 2 മണിക്കൂർ വെക്കാൻ പോവുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തോന്ന്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ വെച്ച് നമ്മൾ വേറെ പാത്രത്തിൽ വെച്ച് ഓയിൽ തടവി പിന്നെ ഒന്ന് പൊങ്ങി വരാൻ നോക്കി വെച്ചിട്ട് നമുക്ക് ഒരു കോഴിമുട്ട ഉടച്ചിട്ട് നമ്മൾ തടവി കൊടുക്കണം. ബ്രഷാണ് ഏറ്റവും നല്ലത്, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂണിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നല്ല തടവിയിട്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. അപ്പം നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത്. എൻ്റെ കയ്യിൽ ഉടയുന്ന പാത്രമില്ല, അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ വെക്കുകയാണ്. ഇതിനകത്ത് സ്റ്റീലിൻ്റെ അതിനകത്ത് വെച്ച് നമ്മൾ ഓണാക്കിയിട്ട് അതിനകത്ത് കേക്കിൻ്റെ പടമുണ്ട്, നട്ട്സ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, ചിക്കനുണ്ട്, ഫിഷുണ്ട്. പിന്നെ ഈ കേക്കിനകത്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെന്തോളും. ഇനി നമുക്ക് അത് വേവട്ടെ. ഒരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് ആദ്യം എടുക്കണം. അപ്പോൾ ഇത് വെന്തോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഐറ്റം വെന്തിട്ടുണ്ട്. ഇത് ചൂടാറായിട്ട് ഇത് എടുക്കാവൂ, ചൂടോടെ എടുക്കലും. അതിന് നമ്മൾ പഞ്ചസാര പൊടിച്ച് കുറച്ച് മിൽക്ക് പൗഡർ, നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന കുറച്ച് ബട്ടർ, കുറച്ച് പഞ്ചസാര, പാലും കൂടെ നല്ല രീതിയിൽ നമ്മൾ ക്രീമനിൻ്റെ ക്രീം ഉണ്ടല്ലോ അതുപോലെ അടിച്ചെടുക്കണം. നല്ല സൂപ്പർ ക്രീമായിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ തണുത്തത് നോക്കിയിട്ടൊന്ന് പീസാക്കി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കേക്ക് നല്ലൊരു മുട്ടം പണി എന്നെ കിട്ടി. എന്നാലും ആദ്യമായിട്ടല്ലേ ഇതിനകത്തുണ്ടാകും. ഞാൻ കുക്കറിലൊക്കെയല്ലേ ഉണ്ടാക്കാം. അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.